നമുക്ക് ഇനി റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. റാങ്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഒരു പ്രോബ്ലം നോക്കാം. റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അപ്പൊ ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദി മെട്രിക്സ്. ആ മെട്രിക്സ് നോക്കിക്കേ, 1 2 3 4 2 1 4 5 1 5 5 7 8 1 14 17 ആണല്ലോ. ഞാൻ ഈ മെട്രിക്സിനെ എ എന്ന് പേര് കൊടുത്തു. അപ്പൊ നോക്കിക്കേ, ഈ മെട്രിക്സിനെ ഞാൻ എ എന്ന് വിടുവാണ്. എ. അപ്പൊ നമ്മൾ ഇനി എ എന്ന് പറയുന്ന മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്യാൻ പോവാണ്. റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് റോ അതേപോലെ തന്നെ നിർത്തണം. 1 2 3 4 അല്ലേ? ആ ഫസ്റ്റ് റോയ്ക്ക് ഒരു ചേഞ്ചും ഇല്ല, ആ റോയെ അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റിന് താഴെ നോക്കുക. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റിന് താഴെ എന്താണുള്ളത്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റിന് താഴെ ഉള്ള 3 എലമെന്റ്സ് ഉണ്ട് ഇല്ലേ? ഏതൊക്കെയാ 3 എലമെന്റ്സ്? 2 ഉണ്ട്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റിന് താഴെയായിട്ട് നമുക്ക് 2 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്, 1 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്, 8 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട് ഇല്ലേ? ഈ 3 എലമെന്റ്സ് ഉണ്ട്. ഈ 3 എലമെന്റ്സിനെ നമുക്ക് എന്തായിട്ട് ചെയ്യണം? 0 ആക്കണം. ഈ 3 എലമെന്റ്സിനെയും 0 ആക്കാനായിട്ട് ഫസ്റ്റ് ആദ്യം ഞാൻ 2നെ 0 ആക്കുവാണ്. 2 എന്ന് പറയുന്ന എലമെന്റ് ഏത് റോയിലാണ് ഉള്ളത്? സെക്കൻഡ് റോയിലാണ് ഉള്ളത് അല്ലേ? അപ്പം R2 അതിന് എന്താണ്? സെക്കൻഡ് റോയ്ക്കാണ് ഫസ്റ്റിലെ ചേഞ്ച് കൊടുക്കുന്നത്. അപ്പൊ R2ലെ 2 എന്ന് പറയുന്ന എലമെന്റിനെയാണ് 0 ആക്കുന്നത്. അപ്പൊ അവിടെ ഏതൊക്കെ നമ്പേഴ്സ് ഉള്ളത്? 1 ഉം 2 ആണ്. ഇതിനെ 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? R2, നമ്മൾ ആ റോ ട്രാൻസ്ഫോർമേഷൻ അവിടെ എഴുതണം. R2 gives R2 minus 2R1. ഈ റോ ട്രാൻസ്ഫോർമേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ ഏത് റോയാണോ ചേഞ്ച് ചെയ്യുന്നത് ആ റോയിൽ നിന്നും നമ്മൾ ഏത് റോയ്ക്ക് താഴെയാണോ ചേഞ്ച് ചെയ്യുന്ന ആ റോയുമായിട്ട് വേണം റോ ട്രാൻസ്ഫോർമേഷൻ നടത്താൻ. ആ 2 റോസ് മാത്രമേ അവിടെ യൂസ് ചെയ്യാവുള്ളൂ. ഇപ്പൊ നമ്മൾ ചേഞ്ച് വരുത്താൻ പോകുന്നത് സെക്കൻഡ് റോയ്ക്കാണ്. അപ്പൊ ആ സെക്കൻഡ് റോയും ഏത് റോയിലെ എലമെന്റിന് താഴെയാണ് നമ്മൾ ഈ ഒറ്റ സ്റ്റെപ്പിൽ 0 ആക്കാൻ ശ്രമിക്കുന്നത്? R1ന് താഴെയുള്ള 1ന് താഴെയാണ് അല്ലേ? അപ്പൊ ഫസ്റ്റ് എലമെന്റിന് താഴെയാണ് ഇപ്പൊ നമ്മൾ 0 ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ R1മായിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? R2 gives R2 minus 2R1 ആണല്ലോ. അപ്പൊ നമ്മൾ ഇനി അവിടെ മൈനസ്, അതായത് അത് മൈനസ് ചെയ്ത് എഴുതാം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയ്ക്കാ കിട്ടുന്നത്? 0 ഇല്ലേ? ആദ്യത്തെ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 0 ആണ്. അടുത്ത രണ്ടാമത്തേത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾ തന്നെ സിംപ്ലിഫൈ ചെയ്ത് നോക്കണം, എത്രയാണ് അവിടെ ആൻസർ കിട്ടുന്നതെന്ന് നോക്കുക. അതായത് നമ്മൾ എന്തോ ചെയ്യേണ്ടത്? 1ൽ നിന്നും എത്രയാണ്? 2 into 2. 2R1 എന്ന് പറയുമ്പോൾ 2 into 2. 2 into 2 എത്ര? 4 കിട്ടും ഇല്ലേ? അപ്പൊ 1 minus 4. 1 minus 4 എത്രയാ? -3 ഇല്ലേ? -3. അടുത്തതോ 4 minus 6. 4 minus 6 എത്രയാ? -2. അടുത്തതോ 5 minus 10. 5 minus 10 അല്ല, 10 അല്ലല്ലോ, 8 ഇല്ലേ? 5 minus 8. 5 minus 8 എത്ര? -3 ആണല്ലോ. അപ്പം ആ റോയ് മുഴുവനും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് R3, അതായത് തേർഡ് റോയിലെ എലമെന്റിനെയാണ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. R3യെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? R3യിലെ അവിടെ ആ പൊസിഷനിലുള്ള എലമെന്റ് ഏതാ? 1 ആണ് ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് അങ്ങ് മൈനസ് ചെയ്താൽ മതി. 1ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതിയല്ലോ. R3 minus R1. ശ്രദ്ധിച്ചോണേ, എപ്പോഴും R1മായിട്ടേ ചെയ്യാവുള്ളൂ ഈ ഒരു സ്റ്റെപ്പില്. അപ്പൊ എന്താണ്? 1 minus 1 0. അടുത്തത് 5 minus 2. 5 minus 2 എത്ര കിട്ടും? 3. അടുത്ത 5 minus 3. 5 minus 3 എത്ര? 2. അടുത്തതോ 7 minus 4 3 ആണല്ലോ. ഇനി ലാസ്റ്റ് റോയും കൂടെ നോക്കുക. ഫോർത്ത് റോ, അതായത് R4. R4നാണ് ഇപ്പൊ ചേഞ്ച് ചെയ്യുന്നത്. R4ലുള്ളത് 8 ആണ്. നമ്മുടെ കയ്യിൽ R1ലുള്ളത് 1 ആണ് ഇല്ലേ? അപ്പൊ എന്ത് കൊടുക്കാം നമുക്ക്? R4 minus 8R1 ഇല്ലേ? R4 minus 8R1. അപ്പൊ നമുക്ക് അത് എങ്ങനെ എഴുതാം? 8 minus എത്ര? 8. 0 കിട്ടും. അടുത്തതോ 1 minus 16 ഇല്ലേ? 1 minus 16. അപ്പൊ എത്ര? -15. അടുത്തതോ 14 minus 24 ഇല്ലേ? അപ്പൊ എത്ര കിട്ടും? -10. അടുത്തതോ 17 minus 32. എത്ര കിട്ടുന്നേ? -15. ഇനി നമ്മൾ നോക്കുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ജോലി കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റിന് താഴെയുള്ള ആ 2 1 8 മൂന്ന് എലമെന്റിനെയും നമ്മൾ 0 ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് റോയിലെ എലമെന്റിന് താഴെയാണ് 0 ആക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഫസ്റ്റ് രണ്ട് റോയ്ക്കും ചേഞ്ച് ഇല്ല, അത് അതേപോലെ എഴുതി 1 2 3 4 0 -3 -2 -3 അത് രണ്ടും അതേപോലെ എഴുതി അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ -3ക്ക് താഴെയുള്ള ഈ +3യും -15ഉം 0 ആക്കി കൊടുക്കണം. ഈ രണ്ട് എലമെന്റ് 0 ആക്കി കൊടുക്കണം. അതായത് ഈ സെക്കൻഡ് റോയിലെ ആദ്യത്തെ നോൺ സീറോ എലമെന്റ് നോക്കണം. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഏതാ? ഈ പറയുന്ന -3 ആണ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ്. അപ്പൊ ഈ റോയിലെ ഈ എലമെന്റിന് താഴെയുള്ള -3യെയും -15നെയുമാണ് നമ്മൾ 0 ആക്കുന്നത്. അപ്പൊ നമുക്ക് സെക്കൻഡ് റോയ്ക്ക് താഴെയാണ് ചേഞ്ച് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് റോയ്ക്ക് താഴെയുള്ള റോ ട്രാൻസ്ഫോർമേഷൻസ് എഴുതുക. നമുക്ക് എങ്ങനെ എഴുതാം? R3 ഇല്ലേ, R3ക്കാണ് ചേഞ്ച് വരുന്നത്. അപ്പൊ R3 ഗേസ് ഒന്ന് -3യും ഒന്ന് +3യും അല്ലേ, അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്താൽ മതിയല്ലോ, 0 ആയി കിട്ടത്തില്ലേ? R3 + R2 ആഡ് ചെയ്തേ നോക്കിക്കേ. 0 + 0 0, -3 + 3 0, -2 + 2 0, 3 - 3 0. അപ്പൊ ആ എലമെന്റ് എല്ലാം എന്തായിപ്പോയി? 0 ആയിപ്പോയി അല്ലേ. ഇനിയും -3ക്ക് താഴെ എന്താണ്? ഒരു -15ഉം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക? അതിനെ കൂടി 0 ആക്കുക. അപ്പൊ നമ്മൾ അവിടുത്തെ റോ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ എഴുതും? R4 ഗേസ് R4 മൈനസ് എത്ര എഴുതേണ്ടത്? 15 കിട്ടണേ അല്ലേ. അപ്പൊ 15 കിട്ടണമെങ്കിൽ എത്ര എഴുതണം? 5R2. സെയിം സൈൻ ആണ്, സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ -3യും -5 ആണ്. അപ്പം സബ്ട്രാക്ഷൻ ചെയ്തു. R4 - 5R2. അപ്പൊ അവിടെ എത്രയാ കിട്ടുന്നത്? 0 ഇല്ലേ. 0 വരും. 0യും 0 തന്നെയാണ് വരുന്നത്. അടുത്തത് എന്താണ്? -15ഉം മൈനസ് പ്ലസ് ആകും. +15 0, -10 മൈനസ് പ്ലസ് ആകും, +10 0 ആകും. അടുത്ത -15ഉം ഇതും 0 ആകും. അപ്പൊ എല്ലാ എലമെന്റ്സും 0 ആയല്ലോ. ഇനി നമുക്ക് തേർഡ് റോയിലെ തേർഡ് എലമെന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് 0 ആണ്. ഇതെല്ലാം 0 ആയതുകൊണ്ട് ഇനി നമ്മുടെ പ്രോബ്ലം ഇവിടെ വെച്ച് തീരുവാണ്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇതിനെ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റാങ്ക് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതിന്റെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാ? റാങ്ക് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇല്ലേ. നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ്. നോൺ സീറോ റോസ്. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്ര റോസ് ഉണ്ട്? 1 2 ഇല്ലേ. അപ്പൊ ആകെ 2 റോയ്സിലല്ലേ ഉള്ളൂ കംപ്ലീറ്റ് എലമെന്റും 0 അല്ലാത്തത്. അപ്പൊ ഇവിടുത്തെ റാങ്ക് എത്രയാണ് കിട്ടുന്നത്? റാങ്ക് ഈസ് ഈക്വൽ ടു 2. ഓക്കെ.